ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നന്ദുവിൻ്റെ പിറന്നാളൊക്കെ ആയിരുന്നു. പിറന്നാളല്ല, ബർത്ത്ഡേ ആണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ ആഘോഷിക്കാനൊക്കെ പറ്റി. അപ്പോൾ ആഘോഷമൊക്കെ ഇന്നലെ കഴിഞ്ഞു കേട്ടോ. നല്ല ദിവസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സമയം കിട്ടാത്ത പോലെ തോന്നിയിരുന്നു. പെട്ടെന്ന് ഇന്നലത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഒന്നിനും സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ തികഞ്ഞില്ല എന്നൊക്കെ പറയില്ല, അതേപോലെ. പക്ഷേ അമ്പലത്തിൽ പോയത് നല്ല നേരത്തെ പോകാൻ പറ്റി. ഞങ്ങൾ 4:30 എണീറ്റു. 4:30 എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണിക്കാകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ പോകാനുണ്ട് അമ്പലത്തിലേക്ക്. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള കോവൂർ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ അവിടെ പോയി. പിന്നെ ഇതാർക്കാ ഫുള്ളാക്കിയത് ഒരു ഗ്ലാസ്സിൽ? ഇന്നലത്തെ പായസം ബാക്കിയുള്ളത് കുടിക്കേണ്ട. ഞാനിന്ന് ചായക്കൊന്നും വാങ്ങിയില്ല, വൈകുന്നേരത്തെ ചായക്കൊന്നും വാങ്ങിയിട്ടില്ല. അപ്പം ഇന്നലത്തെ പായസം കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് കുഞ്ചൂസാണ് ഭാഗം വെച്ചേക്കണേ 3 ആൾക്ക്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ കണ്ട കുഞ്ചു മതി. അയ്യോ, ഇന്നലെ അതേപോലെ ഞാനാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. നല്ലോണം ഉണ്ടാക്കുകയും ചെയ്തിരിക്കില്ല. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ഒരു 3-4 പേര് വരുന്നൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ വന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ 4 ആൾ, ഞാനും പിള്ളേരും പപ്പടും. പിന്നെ ഇവൻ്റെ കമ്പനിക്കാർ 4 ആൾ വരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഒക്കെ കണക്കാക്കിയിട്ട് നമ്മൾ 2 കിലോ അരിയുടെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. 2 കിലോ ചിക്കൻ വാങ്ങി. വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, പായസം ഉണ്ടാക്കി. പായസം ഞാൻ 2 ആഴ്ച മുന്നേ നമ്മുടെ ജാംജൂം സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോൾ അവിടെ നിന്ന് അന്ന് വാങ്ങി വെച്ചതായിരുന്നു. 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് വാങ്ങിയിട്ട്. പായസ പാക്കറ്റ് ഉണ്ടായിരുന്നു, മിക്സ്ഡ് പാലുകളുടെ. അപ്പോൾ അത് ഞാൻ വെച്ചു. അത് ഒന്ന് കൊളാവേണ്ടതായിരുന്നു നന്നായിട്ട്. എന്ന് വെച്ചാൽ ഞാൻ പാല് തിളയ്ക്കാൻ വെച്ചിട്ട്, തിളച്ചാലാണ് ഈ മിക്സ് ചേർക്കണ്ടേ. അപ്പോൾ ഞാൻ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇളക്കിയില്ല. അപ്പോൾ അത് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ എന്തോ ഒന്ന് അടി പിടിച്ച പോലെ. അപ്പോൾ എനിക്ക് സംഭവം പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ വേഗം ചെറുതായിട്ടൊന്ന് ഇളക്കി. പിന്നെ വല്ലാണ്ടാവുമ്പോൾ ഇളക്കി നിൽക്കാനൊന്നുമില്ല, വേറെ ചെമ്പിലേക്ക് മാറ്റി സെറ്റാക്കി എടുത്തു. അപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ചെറുതായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ട്. ചെറുങ്ങനെ കൊളായില്ല, പക്ഷെ ചെറുതായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അത് മനസ്സിലാവില്ല. അത് ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി ഉച്ചക്കലത്തേക്ക്. പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ തൈര് അതിലേക്ക് ആക്കി. പിന്നെ അച്ചാർ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും അച്ചാറൊന്നും കൂട്ടിയില്ല കേട്ടോ. തൈര് കൂട്ടി. പിന്നെ ഉച്ചയ്ക്കും എല്ലാം ഭക്ഷണം കഴിച്ച്. ഞാൻ ഉച്ച മുതൽ ഉണ്ടാക്കാൻ നിന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പപ്പുട് കോടതിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ടൗണിലെത്താൻ പറഞ്ഞു. അവളെ വക നന്ദനൊരു ഷൂ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുക്കാൻ പോയി. പിന്നെ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവനും ഇഷ്ടപ്പെട്ട ഷൂ കിട്ടി. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡും പിന്നെ അതുപോലെ കേക്ക് നമ്മൾ കാലിക്കറ്റ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിയത്. നന്ദുവിന് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് മതി നോട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായി രാവിലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിഠായി രാവിലെ വാങ്ങിയിട്ട് നന്ദുവിന് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നു. അത് 200 സംതിങ്ങിൻ്റെ പാക്കറ്റാണ് എക്ലെയറിൻ്റെ. അപ്പോൾ അത് മതി. നന്ദു തല്ലൂടല്ലേ നന്ദു പോയിക്കോ അങ്ങോട്ട്. എന്തേ അത് അടി കൂടാണ് രണ്ടാളും. മതി, നിർത്ത്. അടി കണ്ട, രണ്ടാൾക്ക് അടി കൂടുന്ന പണി ഏത് സമയം ഉണ്ടാ. നിർത്ത്. അപ്പോൾ കഴിഞ്ഞു. ഇവരിപ്പോൾ ഇങ്ങനെയാണ്, മഴ അടി കൂടുന്ന കാരണം എനിക്ക് ഞാൻ വൈകുന്നേരം ചിലപ്പോൾ അധികം അങ്ങനെ വണ്ടി എടുത്ത് പോവാറില്ല. ഇവരിവിടെ ഇങ്ങനെ അടി കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ മിഠായി അങ്ങനെ. പിന്നെ കേക്ക് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത്, കാലിക്കറ്റ് ബേക്കറിയിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ടൗണിൽ ഷൂ ഒക്കെ വാങ്ങി തിരിച്ചു വരുമ്പോൾ ബേക്കറി കയറി കേക്കൊക്കെ വാങ്ങി പോന്നു. പിന്നെ അപ്പോൾ ഇന്നലെ ബേക്കറിയിൽ നിന്ന് വരുമ്പോൾ കേക്കൊക്കെ വാങ്ങി പോന്നു. വീട്ടിലെത്തി കേക്കൊക്കെ മുറിച്ചു. സാധാരണ രീതിയിൽ മറ്റേ നമ്മൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ ഇപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ദിവസമായിരുന്നു. വേഗം സമയം പോയത് അറിഞ്ഞില്ല.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹൗസ് ഓണർക്ക് കുറച്ച് ഫുഡും കേക്കൊക്കെ കൊടുത്തു. പിന്നെ ആൻറ്റിക്ക് പിന്നെ പായസവും ഫുഡും മിഠായി കേക്ക് എല്ലാം കൊണ്ട് കൊടുത്തു. വേറെ ആർക്കും നമ്മൾ പിന്നെ വീടിനടുത്ത് കൊടുത്തിട്ടില്ല. വേറെ ആരും അങ്ങനെ പരിചയമൊന്നുമില്ല. പിന്നെ വേറെ എന്തായിരുന്നു? അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ പായസം, പക്ഷെ പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് പായസം. എടാ നീ സ്പൂൺ എടുത്തില്ലല്ലോ എനിക്കിവിടെ. പിന്നെ രാവിലെ ബ്രെഡും ജാമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡും ജാമും വാങ്ങി. പക്ഷെ ഇവരൊന്നും കഴിച്ചിട്ടില്ല. എടാ നിങ്ങൾ ബ്രെഡൊന്നും കഴിച്ചില്ല കാര്യമായിട്ട്? ഞാൻ കഴിച്ചിട്ടുമില്ല. ഞാനും ബ്രെഡ് എടുത്തില്ല, ഞാൻ തീരെ എടുത്തില്ല. ഞാൻ രാവിലെയും പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. പായസം തലേ ദിവസം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കുടിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഇട്ടാൽ കുടിക്കാൻ. എനിക്കിഷ്ടമാണ് അങ്ങനെ കുടിക്കാനായിട്ട്. ചെറിയ തണുപ്പുണ്ട്. അപ്പം ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്നലെ ഇപ്പോൾ ഞാൻ പായസത്തിൽ വെള്ളം ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ പാല് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തില്ല. നല്ലതായിരുന്നു ഇന്നത്തെ ദിവസം. അങ്ങനെ അവിടെയൊരു എന്തോ നല്ല രീതിയിൽ കഴിഞ്ഞ് കിട്ടി. എന്നുവെച്ചാൽ മറ്റേ സമയം നമ്മൾ കുറേ ആർഭാടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിലും ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിലും അല്ലാണ്ട് ആർഭാടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ വേറെ വിശേഷം എന്നാ പോലെ പല്ല് ക്യാപ്പിടാൻ വേണ്ടി പോയി. അപ്പോൾ പല്ല് അവർ ചെറുതാക്കിയിട്ടുണ്ട്. റൂട്ട് കനാൽ ചെയ്ത പല്ല് വേണ്ട ആ 2 പല്ല് മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് ചെറുതാക്കിയിട്ട് നല്ല വേദന ഉണ്ട് കേട്ടോ. നമ്മുടെ പല്ല് നല്ല പല്ലാണെങ്കിൽ അത് നന്നായി സൂക്ഷിച്ച് കൊണ്ടൊക്കെ ഏറ്റവും നല്ലത്. പൈസയും പോവും. ഞാൻ കുറച്ച് മുമ്പ് ഞാൻ റൂട്ട് കനാൽ ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് പൈസ ഇല്ലാഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ കുറച്ച് സമയം എടുത്തിട്ടാണ് പിന്നെ പോവാന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പല്ല് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ നേരെ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്ത് എൻ്റെ ഒരു പല്ല് ഞാൻ റൂട്ട് കനാൽ ചെയ്തിരുന്നു. അവിടെ ഞാൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതിനൊരു കുഴപ്പമില്ല. ഇത് കുറച്ചാകുമ്പോഴത്തേക്കും എന്തോ അവർ ചെയ്തൊക്കെ പോയെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല വേദനയായപ്പോൾ ഞാൻ ആദ്യം പോയ സ്ഥലത്തേക്ക് പോയി. മദറിൽ പോയില്ല പിന്നെ. അപ്പോൾ സാറ് പറഞ്ഞു അത് ഫെയിലായി, 2ാമത് റൂട്ട് കനാൽ ചെയ്തിട്ട് പല്ല് ക്യാപ്പിടുന്നു പറഞ്ഞു. അപ്പോൾ റൂട്ട് കനാൽ ചെയ്ത് കംപ്ലീറ്റ് ആയത് കഴിഞ്ഞ് 23-ാം തീയതിയാണ്. ഞാൻ ഇന്ന് അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 2 ദിവസം കഴിഞ്ഞ് അവർ വിളിക്കുന്ന പറഞ്ഞു. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ എനിക്കറിയൊന്നുമില്ല കേട്ടോ. ഞാൻ കുറേ കാലമായി ഉണ്ടാക്കാണ്ടൊക്കെ. ഇന്നലെ ഞാൻ ബുക്കിൽ എഴുതി വെച്ച് യൂട്യൂബ് നോക്കിയിട്ട് തലശ്ശേരി ബിരിയാണിയുടെ റെസിപ്പി എഴുതിയെടുത്തിട്ട് അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നന്ദിനടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. എന്നുവെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ല, എളുപ്പം തന്നെയാണ്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ തലേദിവസം ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവോള ചെറുള്ളി എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്. സവോള വെളുത്തുള്ളി പിന്നെ അതേമാതിരി ഇഞ്ചി അതൊക്കെ നമ്മൾ ഇന്നലെ തോല് കളഞ്ഞ് വെച്ച്. ഇന്നലെ തലേ ദിവസം 11-ാം തീയതി രാത്രി ഒക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അതുപോലെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ളത് തലേദിവസം രാത്രി തന്നെ അയൺ ചെയ്ത് ഒക്കെ മുന്താണിയൊക്കെ ഇങ്ങനെ പിൻ ചെയ്തൊക്കെ വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം ഇന്നലെ പുലർച്ചെട്ട് പോകുമ്പോൾ സുഖമായിട്ട് എടുത്ത് കൊടുക്കാനേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും എവിടേക്കെങ്കിലും നമ്മൾ പുലർച്ചൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തീരും. നമ്മളത് കാരണം അമ്പലത്തിലേക്കൊക്കെ നേരത്തെ പോയി, എത്രയോ നേരത്തെ എത്തി. പിന്നെ ആ അമ്പലത്തിൽ നമ്മൾ മുമ്പൊക്കെ മുമ്പ് എപ്പോഴും എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ ഞങ്ങൾ അധികം അവിടെ പോകല്. അപ്പം ഒരുപാട് കാലത്തിന് ശേഷമാണ് അവിടെ പോണത്. അപ്പോൾ അവിടുത്തെ ശാന്തിനെ എല്ലാവരും കാണാൻ പറ്റി. ഇപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണനിലേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പണ്ട് ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല കുറേ മുമ്പ്, നമുക്കൊക്കെ 2-3 ഘട്ടം പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ താമസിക്കേണ്ടി വരും. ഇല്ല, എന്നിട്ട് ഞാൻ ഓഫാക്കി.
അവൻ്റെ ബാത്റൂമത്തെ ലൈറ്റ്. ഞാൻ അന്നേരം ഷൂ തുടക്കിയിരുന്നു, എടുക്കാൻ വന്നു. ഞാൻ കണ്ടില്ല. അതിൻ്റെ ഇടയിൽ കറണ്ട് വീട്ടിട്ട് പോകാൻ എൻ്റെ തലയിലേക്ക് ഇട്ടിക്കുക. പിന്നെ രണ്ട് സ്വിച്ച് തന്നെ ഓഫ് ആവും. എന്നെ കറണ്ട് പോയതാണ്. അല്ല കറണ്ട് പോയതോ, സ്വിച്ച് പ്ലഗ് ഓഫ് ചെയ്യുന്നത്. പ്ലഗ് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. കുഞ്ചു മതി നിർത്തിക്കാം. പിന്നെ എന്ത് എന്തിനാണ് ഞാനിതിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് മറന്നുപോയി. നന്ദൂൻ്റെ കേക്ക് മുറിക്കണ അതൊക്കെ കഴിഞ്ഞു. റൂട്ട് കനാലൊക്കെ കുറേ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്. ഞങ്ങൾക്ക് ഓവൂര് വാടകയ്ക്ക് ഞങ്ങൾ നന്ദി 2-ലെ 3-ലെ പഠിക്കും. ഇവിടെ നമുക്ക് ഓവൂര് അവിടെ നിൽക്കുമ്പോൾ നീ അവിടെ ചേവായ സ്കൂളിലായിരുന്നേ. എത്ര 2-ലാ 3-ലാ 3-ാം ക്ലാസ് തന്നുള്ളൂ അവിടെ ചേരുമ്പോൾ. എന്താ ബ്രെഡ് വേണ്ടത്? പിന്നെ നീയല്ലേ വാങ്ങിയതാ ജാമ്? സാറില്ല മൻത്തോണ്ട് കളഞ്ഞു. ജാമിൽ ഉറുമ്പ് അയ്യോണ്ട് തോണ്ടെടുക്ക. നിനക്ക് വേറെ ബിസ്ക്കറ്റ് ഉണ്ട്. എന്നാലും ഒന്നും കൊടുക്കും കുഞ്ചു. ഹലോ ഗൈസ്, ജാമിൽ ഉറുമ്പാണ്. എന്റെ ഫോണുമ്മലാടാ അത് വരെ നക്കുന്നേ. നന്ദു ആ ജാമ മൊത്തം നന്ദു തിന്നാണ്. അപ്പാടെ ആ പാത്രത്തിലുള്ള കംപ്ലീറ്റ് ജാമ എനിക്ക് വീണ്. ഇന്നലെ പണിയെടുത്ത് തന്നെ നടു ഒടിഞ്ഞു. കാരണം ആരും ഇല്ലല്ലോ. പക്ഷെ അതിനുള്ള ഇതൊക്കെ കിട്ടിക്കുന്നിട്ടാ. എന്ത് എല്ലാരും പറഞ്ഞു. ഞങ്ങള് 3 പേരും കൂടി കഴിച്ച്. ഇന്നത്തേനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടേനു. അതല്ലടാ മസാല കട്ടിയിലായിരുന്നു അതാണ്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടമ്മ. അല്ല ഇന്നലെ പകുതി ചോറ് ഇപ്പുറത്തേന് ഞാൻ തമ്മിട്ട്. അപ്പോൾ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ ആണ് കൂടുതൽ മസാല. അതാണ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ല. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്മെല്ലൊക്കെ ഇന്നലെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ശരിയായില്ല. പക്ഷെ ഇവർക്ക് നല്ല ഇഷ്ടമായി. ഇവർ ഇന്നലെ തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെയ്യേ എപ്പോഴാണ് അപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് തോന്നി മസാല മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി ശരിയായില്ല എന്ന് തോന്നി. ഇന്നത്തേലാണ് ഒക്കെ സെറ്റായത്. അപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞു തന്ന ഞാൻ കഥ അതല്ല. നമ്മുടെ കോവൂര് അമ്പലത്തിനോട് ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് താമസിക്കുമ്പോൾ അവിടെ വ്യാഴാഴ്ച എന്നുള്ളേ ചായ ഉണ്ടാവില്ല രാവിലെ. കോവൂര് അമ്പലത്തിൽ ചായ ഉണ്ടാവണ ദിവസം ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കുക. അന്നത്തെ ദിവസം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ചായ ഉണ്ടാക്കില്ല കേട്ടാ. ഞങ്ങൾ 3 ആളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ട് ഈ ചായ ചൂടാക്കടാ. അപ്പോൾ രാവിലെ കാച്ചി ചായ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ ചായ കുടിച്ചിട്ട് ഇവരെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ ഞാൻ ചായ ഉണ്ടാക്കില്ല. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ആലോചിക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ആ അവിടുത്തെ കുളത്തിൽ നന്ദുവിനെയും കുഞ്ചൂസിനെയും ഞാൻ നീന്താൻ അറിയില്ല. പക്ഷെ പോവാറുണ്ടായിരുന്നു. ഇപ്പം അവന്മാർ നന്നായി നീന്തുണ്ടാ. അപ്പോൾ ഞാൻ എന്തായാലും നന്ദുവിൻ്റെയും കുഞ്ചൂസിൻ്റെ അല്ല നന്ദുവിൻ്റെ പിറന്നാളിൻ്റെ കേക്ക് മുറിക്കണ ചെറിയൊരു വീഡിയോ ഉണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള കുറച്ച് വീഡിയോ എനിക്ക് ആഡ് ചെയ്യാം. ഇന്നലെ ഫുഡ് കഴിക്കണം അങ്ങനത്തെ ഒന്നും എടുത്തില്ല. കാരണം ഞാൻ ഉച്ച മുതൽ ഒരു 1:30-1:45 ആയ സമയത്ത് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നു. എന്നുവെച്ചാൽ എല്ലാ സാധനവും വാങ്ങി വീട്ടിലേക്ക് കയറി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞപ്പോഴാണ് ചെറുനാരങ്ങില്ലാത്തത് അറിഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറ്റിയിട്ട് അടുത്തുള്ള കടയിലേക്ക് നടന്നു പോയി. അപ്പം നമ്മുടെ സമയം പോവാണല്ലോ. പിന്നെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് തിന്നിട്ടില്ല. 2 കട്ട്ലറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സോസ് കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ പണിയെടുക്കാൻ നിന്നു. ആ പണിയെടുക്കാൻ 5 മണിക്കാണ് കഴിഞ്ഞത്. പാത്രം കഴുകുക എല്ലാ പണിയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയ പാത്രങ്ങളും അടുക്കളയൊക്കെ ഒതുക്കി പെറുക്കി അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി. അപ്പോൾ ഇന്നലെ ഞാൻ ഫുള്ള് ടയേർഡായിരുന്നു. എന്നാലും അത് അറിഞ്ഞിരുന്നില്ല ഇന്നലെ. പിന്നെ ഇവരെ കൂടെ ടൗണിലൊക്കെ പോയി വൈകിട്ട് പിന്നെ അതേമാതിരി
വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി. അപ്പോൾ അതൊക്കെ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ വയ്യ ആ ഒരു മൈൻഡ് ഇല്ലായിരുന്നു ഇന്നലെ. സാധാരണ എനിക്ക് കുറച്ച് പണി അധികമൊക്കെ എടുത്താൽ എനിക്കൊരു വയ്യ എന്നൊക്കെ തോന്നി ഞാൻ കിടന്ന് ഉറങ്ങും അങ്ങോട്ട്. പക്ഷെ ഇന്നലെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചും കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ സാധാരണ നമ്മൾ മുമ്പുണ്ടായിരുന്ന പോലൊന്നും ഭയങ്കര സംഭവമാക്കിയിട്ടൊന്നുമല്ലായിരുന്നു. പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ ഒരു 10:30 ഒക്കെ ആയപ്പോൾ ഞാൻ കിടന്നുറങ്ങി. 10:30-11 മണിക്ക് അവിടെയും കിടന്നുറങ്ങി. പിന്നെ ഇന്ന് 7:30 ഒക്കെ ആയപ്പോഴും ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ പിന്നെ വേഗം ഒഴിഞ്ഞ പാത്രമൊക്കെ ഉണ്ടായിരുന്നത്, രാത്രി വെച്ച കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിച്ച് അങ്ങനെ. അപ്പോൾ ഞാൻ ബ്രെഡും ജാമും എളുപ്പത്തിന് വേടിപ്പിച്ചതാണ്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കേക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തിന്നാനായിട്ട്. ഇന്നലത്തെ കേക്ക് മുറിച്ച് ഞങ്ങൾ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി കഴിച്ച്. അപ്പോൾ അതൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ രാത്രിക്കും കൂടി ഞങ്ങൾക്കിപ്പോൾ കഴിക്കാനുള്ള ബിരിയാണിയുടെ ചോറുണ്ട്. ചിക്കനില്ല, ചിക്കനുള്ളതൊക്കെ ഞാൻ പിള്ളേർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട്, ചിക്കനൊക്കെ വലിയ പൈസയായിരുന്നു. അപ്പോൾ നല്ല ഉണ്ടായിരുന്നു. പൊരിച്ചിട്ടായിരുന്നു നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കിയത്, പൊരിച്ച പീസ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ സാധാ ചിക്കൻ ഇട്ട് വെക്കുന്നതിനെക്കാട്ടിയും പൊരിച്ച ചിക്കൻ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ കുഞ്ചൂസ് ഒരു ലെഗ് പീസ് കഴിച്ചപ്പോൾ നന്ദുവിന് അതിൽ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാനുള്ള പീസൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോട്ടെ എന്ന് വെച്ചിട്ട് പീസൊക്കെ അങ്ങനെ കൊടുത്തേച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ മസാലയൊക്കെ നന്നായി മിക്സ് ആയതുകൊണ്ട് കറി വേറെ വേണമെന്നില്ല. കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ, പിന്നെന്താ സോസ് ഉണ്ട്, അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അല്ല പിന്നെ സാധനങ്ങളൊക്കെ വെറുതെ. പിന്നെ അച്ചാറുണ്ട്, നമ്മുടെ നാരങ്ങ അച്ചാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വിശേഷങ്ങൾ ഇന്നലത്തെ ഞാനതിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നലെ അമ്പലത്തിൽ പോകുമ്പോൾ നന്ദു ചെറുങ്ങനെ ഉറങ്ങിയെന്ന് തോന്നുന്നു, വണ്ടിയിൽ ഇട്ടതാണ് അവൻ്റെ മുഖം അങ്ങനെ. പിന്നെ കുഞ്ചൂസ് ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കണം കേട്ടോ. രണ്ടാൾക്കും നമ്മൾ സാധാരണ കസവിൻ്റെ മുണ്ടാണ് എടുക്കാറ്. അവർ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴും മുണ്ട് തന്നെ എടുക്കാറ്. അപ്പോൾ ഇന്നലെ ഞാൻ രണ്ടാൾക്കും പിന്നെ സിൽവറിൻ്റെ കരവരൻ്റെ മുണ്ടാണ് എടുത്തത് കസവ് കേന്ദ്രയിൽ നിന്ന്. അപ്പോൾ നല്ല രസം കേട്ടോ കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്ക്. കുഞ്ചൂസിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് 2-3 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോവൂര് കൃഷ്ണൻ്റെ അമ്പലം കേട്ടോ. ഞാൻ അമ്പലത്തിൽ കയറുമ്പോൾ നന്ദു എടുത്ത വീഡിയോ ഉണ്ടത്. ഇത് എൻ്റെ അമ്മാമ്മയുടെ സെറ്റ് മുണ്ടാണ്. ഞാൻ വേറെ ബ്ലൗസിൻ്റെ തുണിയെടുത്ത് തയ്പ്പിച്ചതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സെറ്റ് മുണ്ടാട്ടോ അത്, ഓർമ്മയല്ലേ. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും വഴിപാടുകളൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ വണ്ടിയുടെ പേരിൽ വഴിപാട് ചെയ്തു. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോണത് കേട്ടോ. അപ്പോൾ കുറേ വിശേഷങ്ങളും പറഞ്ഞു കേട്ടോ. ഇവിടെ വന്നാൽ ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെയാണ്. പിന്നെ അതുപോലെ നമുക്ക് എപ്പോൾ വന്നാലും പ്രസാദം ഉണ്ടാവാറുണ്ട്. അവിലും മലരും തേങ്ങാകൊത്തൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ പാൽപ്പായസം കൊണ്ടുവച്ചിട്ട് വരുന്നവർക്കൊക്കെ ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണ്ട. ഞാൻ നന്ദും പായസമൊക്കെ കഴിച്ച് തിരിച്ചിങ്ങോട്ട് വരുന്ന ഭാഗമായിട്ടത്. അപ്പോൾ കുഞ്ചൂസ് എടുത്ത ഒരു വീഡിയോ ആണത്. ആദ്യം നമ്മൾ കണ്ടില്ല കുഞ്ചൂസ് വീഡിയോ എടുത്തത്, പിന്നെ അങ്ങോട്ട് എത്താനായപ്പോൾ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ അമ്മാമ്മ മരിച്ച സമയത്ത് അമ്മയ്ക്ക് കൊടുത്ത സെറ്റ് മുണ്ടാണിത്. അമ്മ എനിക്ക് തന്നതാട്ടോ അത്. ഇതാണ് അമ്പലക്കുളം കേട്ടോ. ഇവിടെ പണ്ട് ഞാൻ നന്ദുവിനെയും കുഞ്ചൂസിനെയും കൊണ്ടുപോയിരുന്നു കുളിക്കാനായിട്ട്. നീന്താനൊന്നും അറിയില്ല, വേറെ പിള്ളേരൊക്കെ അവിടെ വരാറുണ്ട്. അപ്പോൾ അവരെ കൂട്ടത്തിൽ അങ്ങനെ കാണാനും പിന്നെ കരക്കിരുന്ന് കുളിച്ചിങ്ങോട്ട് കയറും, അത്ര തന്നെ. അപ്പോൾ ഒന്ന് കണ്ടു. അമ്പലത്തിൽ നിന്ന് പിന്നെ നേരെ പോയത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള കോഫി ഹൗസിലാണ്. അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനോ കുടിക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. നന്ദുവിന് ഞാൻ പറഞ്ഞില്ല 8:45 സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയും വടയും സാമ്പാറൊക്കെയാണ് മക്കൾക്ക് വാങ്ങിക്കൊടുത്തു. ഇഡ്ഡലി അല്ല ഉഴുന്നുവട. ഞാൻ ഇഡ്ഡലി മാത്രം കഴിച്ചു. അവർക്ക് ഉഴുന്നുവട അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും കുടിച്ചു. കുഞ്ചൂസ് അതേപോലെ തന്നെ ഉഴുന്നുവട, നന്ദും കുഞ്ചൂസ് ഉഴുന്നുവടയും ചായയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു. പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ കുഞ്ഞായുള്ള ഫോട്ടോസ് ഉണ്ട് ഞാൻ കാണിക്കുന്നത്. കണ്ട നന്ദുവിൻ്റെ പണ്ടത്തെ മുഖം ഇപ്പോഴും മുഖമൊക്കെ അതേപോലെ തന്നെ ഉണ്ടെന്ന് പറയും എല്ലാവരും കേട്ടോ. പഴയതുപോലെ തന്നെയാണ് കാണാനൊക്കെ പറയും. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു മുഖമൊക്കെയാണ് എനിക്കിഷ്ടം. പണ്ടത്തെ ഒരു മുഖം വെച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ പപ്പടുണ്ടൊക്കെ ഒരു കോലം നോക്ക്. പിന്നെ അമ്മയ്ക്ക് പിന്നെ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നമ്മളടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വരും. അപ്പോൾ കാണാം. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.